ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. എന്ത് ദിവസം? നമ്മൾ ആ പലഹാരത്തിൻ്റെ ദിവസം. നിങ്ങൾക്ക് എന്തൊക്കെ പലഹാരമാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം അറിയോ? ഞങ്ങൾ ഇത്ര ദിവസം പലഹാരങ്ങൾ വാങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് കേട് വന്ന് പോകണ്ട, വെള്ളമായി പോകണ്ട എന്നൊക്കെ ഉറുമ്പ്, നമ്മുടെ ഇവിടെ നല്ല ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ കൊല്ലത്തേക്കുള്ള 7 പലഹാരം എന്തൊക്കെയാണെന്നുള്ളത്. ഞങ്ങൾ ഇന്ന പലഹാരമൊന്നുമില്ല, 7 പലഹാരം കൊണ്ടുപോകുന്നുണ്ട്. ആ 7 പലഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി. അതെന്തിനാ സത്യത്തിൽ 7 മാസം അവൾക്ക് കഴിഞ്ഞു? കാരണം നാളെ കഴിഞ്ഞു. സാധാ എന്നോട് ആരപ്പം ഇന്നലെ ചോദിച്ചേ, കുറെ ആയല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ 7-ാം മാസം തുടക്കത്തിലല്ലേ എല്ലാരും കൊണ്ടുവരിക? അത് നമ്മള് ഒന്നാമത് എന്ത് കല്യാണോ? ഇന്നലെ കല്യാണോ? അതിന് ആനിവേഴ്സറി കുടുങ്ങി. ഇന്ന് വെഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ ഓക്കെ. അപ്പൊ ഇന്നലെ പോലെ വെഡിങ് ആനിവേഴ്സറി അത് കഴിഞ്ഞിട്ട് വരാച്ചിട്ട് നിൽക്കായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും 7-ാം മാസം കഴിയാനായിക്കണെന്ന് പറയണത്. മക്കളെ ഇഷ്ടല്ലേ നമ്മുടെ ഇഷ്ടം. അപ്പൊ പിന്നെ നമ്മ തറുതലൊന്നും പറഞ്ഞില്ല. പിന്നെ അതിന്റെ ഇടയിൽ അവർക്ക് ബെഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നില്ലേ, ഇങ്ങോട്ട് വരണോ അതോ അവിടെ പ്രസവിക്കണോ എന്നുള്ള ഒരു സക്കലൊക്കെ നിൽക്കായിരുന്നു. എന്ത് കണ്ടീഷൻ? കൺഫ്യൂഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ടൗണിലോട്ട് ഇറങ്ങുകയാണ്. 7 പലഹാരം വാങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. വേറെ ആരുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി ഇൻഷാ അല്ലാ നാളെ എന്താണ് എല്ലാവരും ഉണ്ടാവും. നാളെ 1 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും. പിന്നെ ഒരു ദിവസം രാത്രി അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. ആ സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് 1 മണിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട്, 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അതിൽ കയറി ഇവിടെ എത്തുമ്പോഴേക്കും തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ആകുമ്പോഴേക്കും ചക്കരയൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസവത്തിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങാണ്. എന്തിനാ പറയുക, കൂട്ടിക്കൊണ്ടലിനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങാണ്. കാരണം സാധാരണ ഒരുപാട് ആളുകൾ പോകേണ്ട ചടങ്ങിന് വെറും 4-5 പേര് മാത്രം പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ദൂരം കൊണ്ടും, പിന്നെ ഞാൻ ഓരോരുത്തരോട് പറയുമ്പോഴും എന്നോ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ആരും ഉറപ്പ് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് എന്താ ഉണ്ടാവുക, ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസാണോ വയ്യായികയാണോ, പിന്നെ നമ്മളെ ഓലെ പേരും പറഞ്ഞ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ്, അതായത് നമ്മൾ ഡേറ്റ് പറയുമ്പോൾ ആൾക്ക് ഇത്രയും ദിവസം നമുക്ക് ട്രെയിന് സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിലും AC ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അല്ലാതെ നമ്മുടെ സൗകര്യത്തിനൊന്നും നിൽക്കൂല. അത് നാളെ പരിപാടിച്ചിട്ട് ഇന്ന് പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും ഓലൊന്നും മടിച്ച് നിൽക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉള്ളവർ വെച്ചുകൊണ്ട് പോവാന്നുള്ള ലെവലിൽ നിൽക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ ഉള്ളവർ പോവാണ്. ദൂരത്തിൻ്റെ എന്തായാലും ആ ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞു നിൽക്കുന്നില്ല. ആദ്യം എനിക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം വേണം എന്താക്കുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെ നിങ്ങളുടെ മൈൻഡിലുള്ള പലഹാരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയുള്ള വെച്ചാൽ ഒരു 7 എണ്ണം ഉമ്മ പറയണ്ടേ, 7 പലഹാരം വാങ്ങണം എന്ന് പറഞ്ഞു. സാധാരണ നെയ്യപ്പം കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുമോ? അത് മതിയോ? കറിവില മറ്റേ ഉണ്ണിയപ്പൊക്കെ പാക്കറ്റിലേക്ക് ഉണ്ടാവും, അത് കിട്ടും. പിന്നെ അലികൊക്കെ ഒന്നാക്കാം അല്ലേ? പിന്നെ ചിപ്സ് കാര്യങ്ങള്, ലഡു അലിയോ അല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ കെട്ടി പറ്റിയാക്കി തരാൻ പറയണം. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. കാരണം വെച്ചാൽ അവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഡിലേ ആയിരുന്നു. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് 3 ചാനലിലൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഇടാത്ത സിറ്റുവേഷനാണ്. ഒന്നാമത് ആരും ഇല്ല. എൻ്റെ കുറേ ചോദിച്ചോക്കെ, ഞാൻ എപ്പോഴും വന്ന് ചോദിച്ചോക്ക്, ഞാൻ ഇവിടെ നേരത്തെ വന്നിക്കുക. ഇവിടെ ആ നായ്ക്കൾ എന്താട്ടിന്ന് ഇവിടെ നിർത്താട് സുമംഗലിന്റെ അവിടെ കൊണ്ടേ നിർത്തി. നിങ്ങളെ ഞാൻ ബസ്സിൽ കയറുകയല്ല, ഓട്ടോറിക്ഷ കൈയാട്ടി നിർത്തി. അവിടെ പോയി ഇറങ്ങിയാൽ അവിടെ നിന്ന് നടന്നു വന്നാൽ പോരായിരുന്നില്ലേ? അതന്നെ. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഞാൻ നമ്മൾ കുറെ ബിസിനസിന്റെ തിരക്കിലൂടെ നമ്മുടെ ബിസിനസിന്റെ തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അതെല്ലാം സെറ്റിൽഡ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ളൊരു വെറൈറ്റി സംഭവം നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ
പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ സാധനമൊക്കെ കൊടുന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവാം. പോരി, ആക്കെ നാളെ പോരി. കിണറ്റിലെന്താ പാട്, വെള്ളമുണ്ടോ? കിണറ്റിൽ വെള്ളമുണ്ട്. ഈ കോൽക്കിണർ ഉപയോഗിച്ചാന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി വരും കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ ആദ്യത്തെ ദൗത്യം എന്തായി, പാളിപ്പോയി, ഡോക്ടറില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, പർച്ചേസ് ചെയ്യാൻ പോകാം ഗൈസ്. ഇനി 10-ാം തീയതിക്ക് ശേഷമാണ് ഡോക്ടർ വരുള്ളൂ എന്നാണ് പറഞ്ഞല്ലമ്മ. അങ്ങനെ ഗൈസ്, നമ്മൾ ഹോൾസെയിൽ കടയിൽ എത്തിയിട്ടുണ്ട്. മധുര പലഹാരങ്ങളെ വേണ്ടിയേ ഇന്ന് അവിടെ കാണുന്ന അയിനാസും അവിടെ ഒരു 3 പലഹാരം ഉണ്ടാവും. 3 എടുത്തോളി. നിങ്ങളെ കണ്ണിൻ്റെ മുന്നിലുണ്ടായിരുന്നില്ലേ? ഇത് മധുരം, അതിൻ്റെ അപ്പുറത്തുള്ള മധുരം. ആ, അത് മധുരമുള്ള അല്ലേ? ഇത് മധുരമുള്ള. പിന്നെ അതാ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തോ, മുറുക്കിൻ്റെ ഐറ്റംസ്. ഓ 1, 2, 3. ഇനി ബാക്കി 4 പലഹാരം ഏതാണ്? ഇനി നമുക്ക് 7 എന്നുള്ളതല്ല, ഇത് വേണോ? ആ, മധുരം മതി, 3 പോലെ. ഇനി വേറെ വേണ്ടി എന്ത് ലഡു അതായിരിക്കുന്നേ? ഒന്ന് ചോദിക്കട്ടെ, 2 ദിവസം നിൽക്കൂലെന്നുള്ളത്. ഇനി വേറെ ഇത് വേണോ? അതുകൊണ്ട് ചക്കരയും നിജാസൊക്കെ പോകുന്നതിന് അവിടെ ആരും ഇല്ലേ ഇതില്ലേ തിന്നാൻ? ശരീരം അങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് ഇനിങ്ങനെ കൊടുക്കുകയല്ലേ, ആൾക്കാർക്ക് കൊടുക്കുകയോ? വേറെ വേണോ? നമുക്ക് ട്രെയിനിക്കുള്ളത് മതിയോ? ആണെന്നുണ്ടെങ്കിൽ കടലെന്തേലും വേണോ? നെല്ല് കയറൂല്ലേ, ഗ്യാസ് കയറും കടലൊക്കെ കഴിച്ചാൽ. 7 എന്നുള്ള എണ്ണം നോക്കിയിട്ടൊന്നുമില്ല, 7 കൂടിയിരിക്കണം കേട്ടോ. ഒരു വേണമെന്നുണ്ടെങ്കിൽ 7 മാറ്റി വെച്ചോട്ടെ. നമ്മളിതാ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 7 പലഹാരം എന്നുള്ളത് 7 നിന്നിട്ടില്ല. ഒരുപാട് പലഹാരങ്ങൾ ഉമ്മ നോക്കി എടുത്തിക്കണേ. ഒക്കെ കുറച്ചിട്ട് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ അല്ലേ? ചിലപ്പോൾ നിന്നാലോ ട്രെയിനിൽ പാർക്കാനല്ല പോകണം, അതിന് ഇറങ്ങൂ ട്രെയിനിൽ. ഇത് ഗൈസ്, അവിടേക്കും ഒരു ബില്ല്, പിന്നെ ട്രെയിനിലേക്ക് വേറൊരു ബില്ല്. ഒന്നായിട്ട് എടുക്കുമ്പോ ലാഭം കിട്ടൂലേ? ഇത് ഹോൾസെയിലാണ്, കടയത്ത് അത്ര വില ഉണ്ടാവില്ല. ഇനി എന്തേലും വേണോ? ചക്ക വത്തലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചക്കവത്തലില്ല. അങ്ങനെ ഗായ്സ്, മകളോർക്കുള്ള പർച്ചേസ് കഴിഞ്ഞത്. ട്രെയിനിക്കുള്ളതും ടോൾക്കുള്ളതും കാണണ്ടോ? ശരി, ഓക്കെ. അപ്പം നമ്മളിങ്ങനെ പെട്ടി സെറ്റാക്കി നമ്മൾ ചെപ്പശ്ശേരി ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറ്റാം. ആ ഡിക്കി തുറക്കട്ടെ, ഒരു മിനിറ്റ്. ആ ഡിക്കി തുറക്കണം. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയതാ വീട്ടിലോട്ട് പോകുന്നു. ഇഷ്ടായിക്കോട്ടെ ഗൈസ് അല്ലേ? ഒന്നാമത് ഞാൻ ഇഷ്ടാക്കിയതാണ്. ഉച്ചക്കേ കൊടുന്ന് ഇന്നത്തെ ചൂടും കൂടി കൊള്ളിക്കണ്ടല്ലോ വെച്ചിട്ടാണ്. ഇപ്പൊ വെച്ചാൽ വലിയ ചൂടുണ്ടാവില്ല. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ പോവും ചെയ്യും. നേരത്തെ അല്ല, ഉച്ചക്ക് പോകും. പിന്നെ ട്രെയിനില് പിന്നെ വലിയ കുഴപ്പമൊന്നും അവിടെ പോയി വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് രാത്രി അവിടെ എത്തി. പിന്നെ നമ്മള് അങ്ങനെ ടൈഡാവും. ആര് എന്താവുന്ന്? ടയേർഡ്. സംഭവം ഒക്കെ അറിയാം, ഓരോ അക്ഷരം അങ്ങോട്ട് കൂടെ പോണുള്ളൂ അല്ലേ? എന്തായാലും ജൂലൈയില് എന്താ വരുന്നേ? പാപ്പാന്റെ കൊല്ലം തയ്ച്ചാലും ഓളെ പ്രസവം ഒപ്പായിരിക്കും അല്ലേ? കൊല്ലം തയ്ച്ചൽ നടത്തണ്ടേ? അറബി മാസം കൊണ്ട് പാപ്പാന്റെ കൊല്ലം തയ്ച്ചൽ നടത്താം. വാപ്പ പോകുമ്പോ അല്ലേ, ഒരാള് വാപ്പാന്റെ ഒരു കൊല്ലം തയ്യപ്പോ ഒരാൾ ഇങ്ങോട്ട് പെറുക്കുക. എത്ര പെട്ടെന്ന് ഗൈസ് ഒരു കൊല്ലം പോയതില്ലേ? രാവിലെ ഉച്ചക്ക് ഇങ്ങനെ ആലോചിച്ച് എത്ര എളുപ്പമാണ്. കഴിഞ്ഞാൽ ഈ കാലത്ത് കല്യാണ തിരക്കിൽ നടക്കിയിരുന്നു. കുറി കബറിലായി. കഴിഞ്ഞാൽ ഈ കാലത്തേ കല്യാണ തിരക്കൊക്കെ ഇന്നലെ മെയ് 2 അല്ലേ?
കൈ പിടിച്ചു കൊടുത്ത ദിവസമാണല്ലോ ഇന്നലെ. ഇന്നലെ ഇന്നലെ പോലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അല്ലേ? ഇന്നലെ വെഡിങ് ആയിരുന്നു. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരുന്നല്ലോ, ഐഫോണൊക്കെ. ഐഫോൺ കിട്ടിക്കണു, എനിക്കൊരു മോതിരം കിട്ടിക്കണു, വല്യമ്മ ഡ്രസ്സ് എടുത്ത് കൊടുത്തുക്കണു. ഒരാളെ നല്ല ആഘോഷം തോന്നുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്മാര്. എനിക്കുണ്ടൊരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ മാതിരി ഉമ്മക്ക് ഇന്നേ വരെ ഇച്ചു മാപ്പാക്കും ചെയ്തു കൂടെ തണ്ണിമത്തം മുറിച്ചിട്ട്. കൊറോണ ടൈമാണ്. അന്ന് തണ്ണിമത്തം കിട്ടിയത് തന്നെ വലിയ കിട്ടലാ. അന്ന് എത്ര വലുപ്പത്തിലല്ല കാര്യം, നിങ്ങളൊക്കെ ചെയ്തെന്നുള്ളതിലാണ്. അസലായി ചെയ്തെടുത്തിട്ടൊന്നും കാര്യമില്ല കൈസ്. കൊറോണ ടൈമിൽ ഒരു കട ഇല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്? തണ്ണിമത്തനെങ്കിൽ തണ്ണിമത്തൻ കോതർച്ചി പോയിട്ട് ഞാൻ ഒരു ഐഡിയ കണ്ട് കേക്കിന്റെ മാതിരി മുറിക്കണം. അപ്പൊ മണ്ണ് മുറിക്കാൻ പറ്റൂല, തണ്ണിമത്തം വാങ്ങിയിട്ട് കേക്കിന്റെ രൂപത്തിലാക്കി. അതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കിടക്കുന്നുണ്ട് പണ്ടത്തെ. തണ്ണിമത്തം മുറിക്കണൊക്കെ തണ്ണിമത്തം മുറിച്ചും പിന്നെ നമ്മള് അന്ന് എന്തോ ഇങ്ങനെ വെച്ചിരുന്നില്ലേ വെഡിങ് ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഓരോരോ രസാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ എന്തായാലും ഗായ്സ്, ഇനി ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കണില്ല. നാളെ എന്തായാലും നമ്മൾ പോകുന്നതും ട്രെയിനിലെ വിശേഷങ്ങളും കൊല്ലത്തെ ചടങ്ങുകളും ചടങ്ങായിട്ടൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ വിശേഷങ്ങളും കൂട്ടിക്കൊണ്ടല്ലൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാലും തുണായാലും നമുക്ക് മറ്റേ 6 മണി നോക്കി കുത്തിർക്കും ഞാൻ. ബസ് പോയോ ചൂട് ഓർക്കും. ഇന്നലെ അതിന് വീട് നല്ല രസം. പെരും മഴ, ഞാൻ താഴത്ത് പോയിക്ക കൊടപെടി പടച്ചോനെ എന്താ ചെയ്യാച്ചിട്ട് മഴ അവിടെ തുള്ളുമ്പോഴത്തിന് ഓടി ഞാന് ഒരു സുലയുടെ കടയിൽ കയറി നിന്നു. ആ ബസ് അങ്ങോട്ട് പോണുള്ളൂ. അപ്പത്തെ ഒരു ബസ് ഇടിച്ച തുമ്പിൽ വന്നു നോക്കണു, ഓടി കയറി. കൊട എടുത്തില്ല. ഇവര് വൈദ്യുത വീട് അവിടെ ഒരു അരമണിക്കൂർ നിന്നു മഴ തോരോളം. നമ്മളെ കഥ ഒറ്റക്ക് കടക്കൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുമ്പോ ടെൻഷൻ കൂടും. ടെൻഷനില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമോ? അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ബൈ.